ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ 3ാമത്തെ ചാപ്റ്ററാണ്. വാട്ടർ ആൻഡ് സോയിൽ എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി EVSൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD3 EVS എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നോക്കിക്കേ, നമുക്കിവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ ഒരു പോയം നമുക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. കുട്ടനും കൂട്ടുകാരും എന്ത് ചെയ്തു? അവരുടെ കളി തുടങ്ങി. അവർ ഗെയിം കളിക്കുകയാണ് കേട്ടോ. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. പെട്ടെന്ന് നല്ല ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ദ സ്കൈ ഡാർക്കൻഡ് ആൻഡ് ലൈറ്റനിങ് ഫ്ലാഷ്ഡ്. ആകാശമൊക്കെ ഇരുണ്ടിട്ട് ആകാശത്ത് മിന്നലടിക്കുന്നത് അവർ കണ്ടു. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദെയർ ഹോം. കുട്ടനും ഫ്രണ്ട്സും നേരെ വീട്ടിലേക്ക് ഓടി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്സ്. എങ്ങനെയായിരുന്നു? ആദ്യം ചെറിയ മഴയായിരുന്നു, നല്ല ഫ്രഷ് മഴയായിരുന്നു, നല്ല എന്താ പറയുക, ശുദ്ധമായ മഴയായിരുന്നു. പിറ്റർ പാറ്റർ സൗണ്ട്, മഴയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ദെൻ ഇറ്റ് ബിക്കെയിം മൈറ്റി റെയിൻ. പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ ചെറിയ മഴ വലിയ മഴയാവാൻ തുടങ്ങി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ ക്ലൗഡ്സ് വാനിഷ്ഡ്. അങ്ങനെ അവസാനം മഴ തോർന്നു, ആകാശമെല്ലാം മേഘങ്ങളെല്ലാം തെളിഞ്ഞു. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. മണ്ണൊക്കെ നനഞ്ഞു, പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങി. കുട്ടൻ ജോയിൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ. കുട്ടൻ എന്ത് ചെയ്തു? സുഹൃത്തുക്കളോടുകൂടെ വീണ്ടും കളിക്കാൻ തുടങ്ങി. ആൻഡ് ഹാഡ് ഇനഫ് ഫൺ തകഥിം തോം. അങ്ങനെ അവർക്ക് വീണ്ടും എന്തായി? സന്തോഷം വന്നു ചേർന്നു. ഇനി ഈ ചിത്രം നോക്കൂ മക്കളെ. ഇവിടെ ഒരു ട്രീ ഉണ്ട്. അതുപോലെ ആ ട്രീയുടെ പൊത്തിലായിട്ട് തന്നെ ഒരു പാരറ്റ് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ ട്രീ പറയുന്നത് നോക്കിക്കേ, മരം പറയുന്നത് നോക്കിക്കേ. വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഈസ് എ ഫൺ ഇൻഡീഡ്. മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടിയിട്ട് തെറിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് എന്നാണ് മരം പറയുന്നത്. പാരറ്റ് പറയുന്നത് നോക്കൂ. ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ because I was in this hole of the tree. It's very cold out there. ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് എനിക്ക് മഴ നനഞ്ഞില്ല, പക്ഷേ എനിക്ക് നല്ല തണുപ്പുണ്ട് എന്ന് പറയുന്നു അല്ലേ. ഇനി ഇവിടെ ഒരു ഗ്രാസ് പറയുന്നത് നോക്കൂ, പുല്ല് പറയുന്നത് നോക്കൂ. The soil is wet and drenched. I will now have new shoots coming. മണ്ണൊക്കെ നനഞ്ഞു കുതിർന്നിട്ടുണ്ട്, എനിക്കിനി പുതിയ തളിരിലകളെല്ലാം വരാൻ തുടങ്ങും. അപ്പോൾ മഴ ഓരോ ജീവികൾക്കും ഉണ്ടാക്കുന്ന ചെയ്യുന്ന ഉപകാരങ്ങൾ പലതാണ് അല്ലേ. ചിലർക്ക് കോൾഡ് നൽകുന്നുണ്ട്, തണുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ പ്ലാന്റ്സിനൊക്കെ പുതിയ ഷൂട്ട്സ്, പുതിയ ലീവ്സൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജീവികൾക്ക് എല്ലാവർക്കും എന്താണ്? പല രീതിയിലാണ് റെയിന് ഉപകാരം ചെയ്യുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. ഒരു മഴ പെയ്ത ശേഷം നമ്മുടെ ചുറ്റുപാടിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ദ സോയിൽ വിൽ ബി വെറ്റ്. മണ്ണ് നനഞ്ഞിട്ടുണ്ടാവും. ദ വെൽ, പോണ്ട് ആൻഡ് റിവർ വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ. കിണറും പുഴയും കുളങ്ങളും ഒക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ന്യൂ ലീവ്സ് വിൽ ഗ്രോ ഓൺ ദ ട്രീ. മരങ്ങളിലെല്ലാം പുതിയ ഇലകൾ മുളയ്ക്കാൻ തുടങ്ങും. ഗ്രാസസ് വിൽ ഗ്രോ ഇൻ ദ സോയിൽ. മണ്ണിൽ പുല്ലുകൾ മുളയ്ക്കുന്നുണ്ടായിരിക്കും. ആൻഡ് വി ഫീൽ കോൾഡ്. നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. നമ്മളുടെ പരിസരത്ത് എല്ലാ സമയത്തും മഴ പെയ്യാറുണ്ടോ? ഇല്ല. നോ. ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ. ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കുക? നോർമലി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മന്ത്സിലാണ് നമുക്ക് റെയിൻ ലഭിക്കുക. See the newspaper headlines about the rainfall in the month of June in Kerala. കേരളത്തിൽ കഴിഞ്ഞ ജൂണിലുണ്ടായിട്ടുള്ള മഴയുടെ കുറിച്ചുള്ള കുറച്ച് 2 ന്യൂസ് പേപ്പർ കട്ടിങ്സ് നോക്കൂ. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ. സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരത്ത് എന്താണ്? മഴയിൽ വൻ കുറവ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ. ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, കോഴിക്കോട് കൂടുതലും തിരുവനന്തപുരത്ത് കുറവും അല്ലേ. അപ്പോൾ മഴയുടെ അളവിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ മഴയുടെ അളവ് എങ്ങനെ അളക്കാൻ പറ്റും? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ. മഴ അളക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മഴ അളക്കാൻ പറ്റും. വി ക്യാൻ സീ വാട്ടർ ഇൻ ദ എംപ്റ്റി വെസൽസ് പ്ലേസ്ഡ് ഇൻ ദ കോർട്ട്യാർഡ് ആഫ്റ്റർ ദ റെയിൻഫോൾ. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ എന്തെങ്കിലും ബോട്ടിൽസോ വെസൽസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മഴത്തുള്ളികൾ വീണ് വെള്ളം ശേഖരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ദ റെയിൻഫോൾ. അതിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് മഴയുടെ അളവിനെ നിശ്ചയിക്കുന്നത്. ക്യാൻ വി മെഷർ ദ വാട്ടർ
ഇതുപോലെ നമുക്ക് വെള്ളം അളക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ? നമുക്ക് മഴവെള്ളം അളക്കുന്നതിനായിട്ടൊരു ഉപകരണം തയ്യാറാക്കാം. റെയിൻ വാട്ടർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേര് റെയിൻ ഗോജ് എന്നാണ് കേട്ടോ. അതായത് മഴവെള്ളം അളക്കുന്ന ഉപകരണത്തിനെ പറയുന്ന പേരാണ് മഴമാപിനി. മഴമാപിനി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് റെയിൻ ഗോജ്. ദ റെയിൻ ഗോജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. മഴവെള്ളം അളക്കുന്നതിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? റെയിൻ ഗോജ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ വി മേക്ക് ദിസ്? നമുക്കിത് എങ്ങനെ നിർമ്മിക്കാം? മെറ്റീരിയൽസ് നീഡഡ്. അതിന് വേണ്ട മെറ്റീരിയൽസ്, സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗ്ലാസ് ബോട്ടിൽ, പിന്നെ ഒന്നൊരു ഫണൽ, ഒന്ന് സ്കെയിൽ. ഇനി ഹൗ ടു മേക്ക്, എങ്ങനെയാണ് നമ്മളിത് റെയിൻ ഗോജ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. നമുക്ക് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള അതുപോലെ എന്ത് ചെയ്യുക, ഈ സ്കെയിൽ ഗ്ലാസ് ബോട്ടിലിനോട് ചേർത്തിട്ട് വെക്കുക. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. എന്നിട്ട് ഗ്ലാസ് ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫണൽ വെക്കുക. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, മരങ്ങളൊന്നും ഇല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ ബോട്ടിൽ കൊണ്ടുപോയി വെക്കണം. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവൽസ്. അപ്പോൾ എന്ത് ചെയ്യും, മഴ പെയ്യുന്ന സമയത്ത് ഈ ഫണലിലൂടെ വെള്ളം ഈ ബോട്ടിലേക്ക് ഇറങ്ങും. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കെയിലുള്ളത് കൊണ്ട് തന്നെ അതിൽ എത്ര വരെ ആയി എന്ന് അതിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ചിത്രത്തിൽ അതുപോലെ ഒരു റെയിൻ ഗോജ് നിർമ്മിച്ചിട്ടുണ്ട്. മേക്ക് എ റെയിൻ ഗോജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് മെഷർ ദ റെയിൻഫോൾ ഈച്ച് ഡേ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നമ്മളതുപോലെ സ്കൂളിൽ അതുപോലെ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസവും എത്ര മഴ ലഭിച്ചു, എത്ര മില്ലിമീറ്റർ അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ മഴ ലഭിച്ചു എന്നുള്ളത് എന്ത് ചെയ്യുക, ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുക. റിമെമ്പർ ടു നോട്ട് ഡൗൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഓൺ ദ ക്ലാസ് ബുള്ളറ്റിൻ ബോർഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ ദിവസവും ലഭിച്ചിട്ടുള്ള റെയിൻഫോൾ, മഴയുടെ അളവ് എന്ത് ചെയ്യുക, നിങ്ങൾ ബുള്ളറ്റിൻ ബോർഡിൽ എഴുതി കൊടുക്കാനും മറക്കരുത്. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കൂടുതൽ റെയിൻഫോൾ, ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണ്, അതവിടെ എഴുതി കൊടുക്കുക. വിച്ച് ഡേ ഹാസ് ദ ലോവസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ? ആ ആഴ്ചയിൽ നമുക്ക് മഴയൊന്നും ലഭിക്കാത്ത ദിവസമുണ്ടെങ്കിൽ അതും അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. എ റെയിൻ ഗോജ് ഫോർ മീ. ഇനി നമുക്കായിട്ട് സ്വന്തമായിട്ട് ഒരു റെയിൻ ഗോജ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റെയിൻ ഗോജ് വീട്ടിൽ വെച്ചിട്ട് ഓരോ ദിവസവും എത്ര മഴ ലഭിക്കുന്നുണ്ടെന്ന് അതിൽ രേഖപ്പെടുത്തുക. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ? മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫോൾ? മഴ പെയ്ത ശേഷം ഈ വെള്ളമൊക്കെ എങ്ങോട്ടാണ് മക്കളെ പോകുന്നത്? ടു ദ സോയിൽ, മണ്ണിലേക്കാണല്ലേ, അല്ലെങ്കിൽ ടു ദ എർത്ത്, ഭൂമിയിലേക്കാണ് എന്ന് പറയാം. ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. നമുക്കത് ഉറപ്പിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ഒരു ആക്ടിവിറ്റി, ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക. 2 പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ 1 നമുക്ക് ഫിൽ ഡ്രൈ സോയിൽ ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യുക, ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പിക്ചർ 2 നമുക്കുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് വാട്ടറും ഒരു നീഡിൽ, സൂചിയുമാണ് കേട്ടോ. യൂസ് ദ ഒബ്ജെക്ട്സ് ഇൻ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പിക്ചർ 2 ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട്, അതായത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വെള്ളം എന്ത് ചെയ്യുക, ഈ മണ്ണ് നിറച്ച ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ? മണ്ണിലേക്ക് ഈ വെള്ളം തട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? മണ്ണിനടിയിലേക്ക് ഈ വെള്ളം ഇറങ്ങി പോകുന്നതായിട്ട്, സിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്, റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ മണ്ണിലേക്ക്, ഡ്രൈ സോയിലിലേക്ക് വാട്ടർ ചെല്ലുന്ന സമയത്ത് ആ വെള്ളം നമുക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. വാട്ടർ സോഴ്സസ് എന്ന് വെച്ചാൽ ജലസ്രോതസ്സുകൾ, അതായത് വാട്ടർ നമുക്ക് ലഭിക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ മോൾ പറയുന്നത് നോക്കിക്കേ, ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലെ കിണർ വെള്ളം കൊണ്ട് നിറഞ്ഞു. രണ്ടാമത്തെ ബോയ് പറയുന്നു നോക്കൂ, ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ, വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. എൻ്റെ വീട്ടിലുള്ള എന്താണ്, ആ ബോർവെല്ലാണ്, കുഴൽ കിണറാണ്. നമുക്കതിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് എത്രയാണ്, ലെവൽ എത്രയാണെന്ന് കാണാൻ സാധിക്കില്ല. മൂന്നാമത്തെ ആൾ പറയുന്നത് നോക്കിക്കേ, ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ്സ് അസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. ഞങ്ങളുടെ കൃഷിയിടത്തിലുള്ള പോണ്ട്, കുളത്തിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്കും കൃഷിക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ തന്നെ വെല്ല്, ബോർവെൽ, അതുപോലെ പോണ്ട് തുടങ്ങിയിട്ടുള്ള ഒത്തിരി വാട്ടർ സോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്? ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ വാട്ടർ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? വെല്ല്, കിണറ്റിൽ നിന്നാണോ, അല്ലെങ്കിൽ ബോർവെൽ, കുഴൽക്കിണറിൽ നിന്നാണോ, പോണ്ട്, കുളത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ റിവർ, പുഴയിൽ നിന്നാണോ, എവിടെ നിന്നാണെന്ന് എഴുതി കൊടുക്കുക.
അപ്പോൾ ഇതെല്ലാം എന്താണ്? വാട്ടർ സോഴ്സസ് ആണ് കേട്ടോ. സുരംഗ ആൻഡ് കേണി. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called സുരംഗ. സുരംഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാൾക്ക് പോകാൻ പാകത്തിൽ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ എന്ത് ചെയ്യുക? വാട്ടർ നമ്മളുടെ മണ്ണിൽ നിന്നും വെള്ളം താഴേക്ക് വരുന്ന രീതിയിലാണ് സുരംഗ എന്ന് പറയുന്നത്. This method has been used for ages to collect water in Kasaragod district and some parts of കർണാടക. ഈ രീതി നമ്മളുടെ കാസർഗോഡ് ജില്ലയിലുള്ള കുറച്ച് ഭാഗങ്ങളിലും അതുപോലെ കർണാടകയിലുമൊക്കെയാണ് യൂസ് ചെയ്തു വരുന്നത്. ഇനി കേണി. ദ വേർഡ് കേണി മീൻസ് വെൽ. കേണി എന്ന് പറഞ്ഞാൽ ശരിക്കും കിണർ എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. കേണി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. ഭൂമിയിലേക്ക് വലിയ മരത്തടികളും കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടാണ് കേണി നിർമ്മിക്കുന്നത്. കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്ട്ലി. കേണി അധികം ആഴം ഉണ്ടായിരിക്കില്ല, നമുക്ക് കൈകൊണ്ട് മുക്കാൻ പാകത്തിലുള്ള വെള്ളം തന്നെ ആയിരിക്കും. ആ രീതിക്കായിരിക്കും കേണികൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. കേരളത്തിലെ ഒരുപാട് ആദിവാസി വിഭാഗങ്ങളിൽ ഇപ്പോഴും കേണി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സുരംഗയും കേണിയും രണ്ട് വാട്ടർ സോഴ്സസിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ് കേട്ടോ. വാട്ടർ ഫോർ ലൈഫ്. ഒബ്സർവ് ദ പിക്ചർ. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വാട്ട് ആർ ദേ? ചിത്രത്തിൽ കണ്ട ഒരുപാട് ജീവികളെ, ഈ ജീവികൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുളത്തിൽ നിന്നും വെള്ളം എടുക്കുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ്? ഫോർ ഡ്രിങ്കിങ് പർപ്പസ് അല്ലേ, വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ബാത്തിങ്, ചിലവർ കുളിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇവിടെ ഫിഷസും ക്രോക്കഡൈൽസും അതുപോലെ മുതല, ഫ്രോഗ്, തവളയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തിനാണ്? ഫോർ ലിവിങ് അല്ലേ, വെള്ളത്തിൽ ജീവിക്കുന്നവയാണ്. അപ്പോൾ ഫോർ ലിവിങ്, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഫോർ ബ്രീത്തിങ്, ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്. വെള്ളത്തിൽ നിന്നല്ലേ മീനൊക്കെ ശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഈ ജീവികൾ വാട്ടർ റിസോഴ്സസ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ക്രിയേച്ചേഴ്സും അവരെന്തിനാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് എന്നുമാണ് എഴുതാനുള്ളത് കേട്ടോ. ആദ്യം ഫിഷ്, മീനുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ലിവിങ്, ജീവിക്കാൻ. ഫോർ ബ്രീത്തിങ്, ശ്വസിക്കാൻ. ഇനി എലഫൻറ്റ്, ആന എന്തിനാണ്? ഫോർ ഡ്രിങ്കിങ്, കുടിക്കുന്നതിനും. ഫോർ ബാത്തിങ്, കുളിക്കുന്നതിനും. ഡിയർ, മാനും അതുപോലെ തന്നെ ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്. പിന്നെ ക്രെയിന്, നമ്മുടെ കൊക്ക്, ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ ഫുഡ്, കുളിക്കുന്നതിനും കുടിക്കുന്നതിനും പിന്നെ ഭക്ഷണ ആവശ്യങ്ങൾക്കും. നമ്മുടെ പോണ്ടിലും വാട്ടറിലൊക്കെയുള്ള മീനുകളെയല്ലേ ക്രെയിന് ഭക്ഷണമാക്കുന്നത്. അപ്പോൾ ഫോർ ഫുഡ് പർപ്പസസിനും യൂസ് ചെയ്യുന്നുണ്ട്. മങ്കി ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, മങ്കി ഇതുപോലെ തന്നെ കുടിക്കുന്നതിനും കുളിക്കുന്നതിനും. പിന്നെ ക്രോക്കഡൈൽ, നമ്മുടെ മുതല, ഫോർ ലിവിങ്, ഫോർ ബ്രീത്തിങ്, ജീവിക്കുന്നതിനും അതുപോലെ തന്നെ ആശ്വസിക്കുന്നതിന്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. നമ്മുടെ ഫൈൻഡിങ്സ് എല്ലാം ഇവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഫോർ? ഇനി നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് അതായത് കൃഷി ആവശ്യത്തിന്. ഫോർ ഫാക്ടറി യൂസസ്, ഫാക്ടറി ആവശ്യങ്ങൾക്ക്. ഫോർ വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് പ്ലേറ്റ്സ്, നമ്മളുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന്. ഇതിനെല്ലാം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ഇനി ചിത്രം നോക്കിക്കേ. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യർക്കും ജീവികൾക്കൊക്കെ എന്ത് സംഭവിക്കും? ഡിസ്കസ് ചെയ്ത് എഴുതൂ. ദ എർത്ത് വിൽ ബിക്കെയിം ഡ്രൈ. വരൾച്ച അനുഭവപ്പെടും അല്ലേ, ഭൂമി ആകെ ഉണങ്ങി വരണ്ട് കിടക്കും. ദർ വിൽ ബി നോ വാട്ടർ ടു ഡ്രിങ്ക്, നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ദർ വിൽ ബി നോ വാട്ടർ ഫോർ ബാത്തിങ്, നമുക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ഫാംസ് വിൽ ഡിസ്ട്രോയ്, നമ്മളുടെ കൃഷികളൊക്കെ നശിക്കും. ഫാക്ടറീസ് വിൽ ഹാവ് ടു ബി ക്ലോസ്ഡ്, ഫാക്ടറികളെല്ലാം അടച്ചു പൂട്ടേണ്ടി വരും. വി കാൺട്ട് വാഷ് ക്ലോത്ത്സ്, നമുക്ക് വസ്ത്രങ്ങൾ അലക്കാൻ കഴിയില്ല. ഈവൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വിൽ ഡൈ, മനുഷ്യരും മറ്റ് ജീവികളും വരെ മരിച്ചു പോകുക വരെ ചെയ്യാം. ഇനി ഈ പിക്ചർ നോക്കൂ. പ്ലീസ് ഡോണ്ട് വേസ്റ്റ്, വെള്ളം പാഴാക്കി കളയരുത് എന്നുള്ളൊരു മെസ്സേജ് തരുന്നൊരു പിക്ചറാണല്ലേ. വാട്ടർ പൈപ്പ് ഹേസ്റ്റഡ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. ഇതെന്താണ്? നമ്മളുടെ പബ്ലിക് വാട്ടർ ടാപ്പ് പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം പോകുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. യു ഹാവ് സീൻ ന്യൂസ് ഹെഡ്ലൈൻസ് ലൈക്ക് ദിസ് ഹാവൻറ്റ് യു? ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത്? നമ്മൾ ഒരിക്കലും വെള്ളം പാഴാക്കി കളയരുത്. നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഭാവി കാലത്തേക്ക് നമുക്ക് വെള്ളം ഇല്ലാതെ വരും. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. ഇതുപോലെ വെള്ളം വേസ്റ്റ് ചെയ്ത് കളയുന്ന, പാഴാക്കി കളയുന്ന കുറച്ച് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ എഴുതി കൊടുക്കൂ.
ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് മക്കളെ? വെൻ ഫോഗോട്ട് ടു ക്ലോസിങ് ടാപ്പ് വൈൽ ബ്രഷിങ് ടീത്ത് ആൻഡ് ഷവറിങ്. നമ്മൾ കുളിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴൊക്കെ പൈപ്പ് അടയ്ക്കാൻ മറക്കുന്നത്. എക്സസീവ് യൂസ് ഓഫ് വാട്ടർ ടു വാട്ടറിങ് പ്ലാന്റ്സ്. നമ്മൾ ചെടികൾ നനയ്ക്കുമ്പോൾ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത്. വെൻ നോട്ട് ടേണിംഗ് ഓഫ് ദ മോട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടാങ്ക് ഈസ് ഫുൾ. ടാങ്ക് നിറഞ്ഞ ശേഷം മോട്ടർ ഓഫാക്കാൻ മറന്നു പോകുമ്പോൾ. ഇതെല്ലാം നമ്മൾ അനാവശ്യമായി വെള്ളം പാഴാക്കി കളയുന്ന സിറ്റുവേഷൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? ഇതുപോലെ വെള്ളം പാഴാക്കി കളയുന്നത് തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. പൈപ്പുകൾ അനാവശ്യമായി തുറന്നിടാതിരിക്കുക. പിന്നെ എങ്ങനെയൊക്കെയാണ് മക്കളെ? ടേൺ ഓഫ് ദ മോട്ടർ ആസ് സൂൺ ആസ് ദ ടാങ്ക് ഈസ് ഫുൾ. ടാങ്ക് നിറഞ്ഞ ഉടനെ തന്നെ മോട്ടോർ ഓഫാക്കുക. യൂസ് ലെസ് വാട്ടർ ടു വാട്ടറിങ് പ്ലാന്റ്സ്. നമ്മൾ ചെടികൾക്ക് നനയ്ക്കാനായിട്ട് കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക. വാട്ടർ പ്യൂരിഫിക്കേഷൻ. വെള്ളം ഇനി എങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് നോക്കാം. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ? നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം എന്താണ്? ഭൂമിയിലാകെ ചെളി വെള്ളമായിരിക്കും അല്ലേ? ഈ ചെളി വെള്ളം പക്ഷേ നമുക്ക് കിണറിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ്. അതെങ്ങനെയാണ് ആവുന്നത്? എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. വെള്ളത്തിൻ്റെ മഴവെള്ളത്തിൻ്റെ ഒരു അംശം എന്ത് ചെയ്യുന്നു? നമ്മുടെ മണ്ണിനടിയിലേക്ക് പോകുന്നുണ്ടല്ലേ? ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. മണ്ണിനുള്ളിലേക്ക് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഈ വെള്ളം എന്ത് ചെയ്യുന്നു? ഫിൽട്ടറായി വരുന്നു, അതായത് തെളിഞ്ഞു വരുന്നു. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. ഈ തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കിണറിലും മറ്റു വാട്ടർ സോഴ്സസിലും എല്ലാം ലഭ്യമായിട്ടുള്ളത്. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ഇതുപോലെ മണ്ണിലേക്ക് ചരലും കല്ലുകളും ഒക്കെ അടങ്ങുന്ന ഈ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഈ മഡി വാട്ടർ, ചെളി വെള്ളം എന്തായിരുന്നു? ഫിൽട്ടറായി തെളിഞ്ഞ് വരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കാം. ടേണിംഗ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. ചെളിവെള്ളത്തെ തെളിഞ്ഞ വെള്ളമാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് കേട്ടോ. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. 3 ചിരട്ടകൾ എടുത്ത് 3നും താഴെ ഓരോ ദ്വാരം ഇട്ട് കൊടുക്കുക. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. ഈ ദ്വാരത്തിന് മുകളിൽ എന്ത് ചെയ്യുക? ഒരു കോട്ടണോ പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു തുണിയോ വെക്കുക. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്. ആദ്യത്തേതിൽ എന്ത് ചെയ്യുക? ചരലിടുക. രണ്ടാമത്തേതിൽ നമ്മളുടെ മണലിടുക. മൂന്നാമത്തേതിൽ ചാക്കോള്, കരിയിടുക. അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ നമ്മൾ ഈ കോക്കനട്ട് ഷെൽസ്, ചിരട്ടകൾ അടുക്കി വയ്ക്കുക. അപ്പോൾ മുകളിലുള്ള ചിരട്ടയിൽ ആദ്യം ചരൽ, രണ്ടാമത്തേൽ മണൽ, മൂന്നാമത്തേതിൽ നമ്മൾ എന്താണ്? കരിക്കട്ട അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി പോർ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്. ഏറ്റവും മുകളിലുള്ള ചിരട്ടയിലേക്ക് ചെളിവെള്ളം ഒഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഏറ്റവും താഴെ വെച്ചിട്ടുള്ള ഈ ഗ്ലാസ്സിലേക്ക് ഈ ചെളിവെള്ളം തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ ദ റെയിൻ വാട്ടർ ടാങ്ക്. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ മഴവെള്ള സംഭരണിയിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. നമ്മുടെ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ നിരവധി വ്യത്യസ്ത തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയേഴ്സ്, വെള്ളം ശുദ്ധീകരിക്കുന്ന മെഷീൻസ് ഉണ്ട്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സിവിയർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. ചില രാജ്യങ്ങളിൽ വെള്ളം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം വരെ ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധജലമാക്കി കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നുണ്ട്. The water received in homes from public water supply system is collected from water sources and purified. നമുക്ക് ചില പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഉണ്ടല്ലോ, പൊതുജല വിതരണ കേന്ദ്രങ്ങൾ. അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഇതുപോലെ വാട്ടർ സോഴ്സസിൽ നിന്ന്, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെയുള്ള വെള്ളം ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് വീട്ടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ജലം ശുദ്ധീകരിക്കുന്നതിന് ഒരുപാട് രീതികളുണ്ടെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. നമ്മളിപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് സോയിൽ, മണ്ണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വി ലിവ് ഇൻ ബറോസ് ഇൻ ദ സോയിൽ. മുള്ളൻ പന്നി പറയുന്നത് നോക്കിക്കേ, ഞങ്ങൾ മണ്ണിലുള്ള മാളങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. ഒരു ചെടിയുടെ വിത്ത് പറയുന്നത് നോക്കൂ, ഞാനും മണ്ണിലായിരുന്നു, മണ്ണിൽ നിന്ന് വെള്ളം കിട്ടിയപ്പോൾ മുകളിലേക്ക് മുളച്ചു പൊന്തി. ഐ എം ഓൾവേസ് ഇൻ ദ സോയിൽ. ഇനി ഒരു വേമ് പറയുന്നത് എന്താ? ഞാൻ എപ്പോഴും മണ്ണിലാണ്. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ദാറ്റ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ. മണ്ണ് കൊണ്ട് ജീവികൾക്കും ഇതുപോലെ സസ്യങ്ങൾക്കും ഒക്കെയുള്ള യൂസസ് എന്തൊക്കെയാണ്? ഉപകാരങ്ങൾ എന്തൊക്കെയാണ്?
സോയിൽ ഈസ് ദ ഹാബിറ്റാറ്റ് ഓഫ് സം ക്രിയേച്ചേഴ്സ്. മണ്ണ് ചില ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്, അതായത് അവർ ജീവിക്കുന്ന സ്ഥലമാണ്. ടു മേക്ക് ബറോസ്, മാളങ്ങൾ ഉണ്ടാക്കാൻ വേണം. ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ, ചെടികൾക്ക് വളരാനായിട്ട് മണ്ണ് വേണം. ഫോർ ഫുഡ് നീഡ്സ്, ചില ജീവികൾ ഭക്ഷണം തേടുന്നത് മണ്ണിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ അബൌട്ട് അസ്, ഇനി നമുക്ക് എന്തിനൊക്കെയാണ് മണ്ണ് വേണ്ടത്? ഫോർ ഫാമിംഗ്, കൃഷി ആവശ്യങ്ങൾക്ക്. ഫോർ പ്ലാന്റിംഗ് പ്ലാന്റ്സ്, ചെടികൾ നടുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ബിൽഡിംഗ് ഹോംസ്, നമുക്ക് വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് വേണം. അതുപോലെ പാത്ര നിർമ്മാണത്തിന് വേണമല്ലേ, അതാണ് ടു മേക്ക് പോട്രി എന്നെഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും യൂസസ് നമുക്ക് മണ്ണുകൾ കൊണ്ട് ഉണ്ട്. ലെറ്റസ് ക്രിയേറ്റ് മോഡൽസ്, കളിമൺ കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കുന്നത് നോക്കൂ. ഹാവ് യു സീൻ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കളിമൺ കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കുന്നത്? ലെറ്റസ് ട്രൈ ടു മേക്ക് സച്ച് മോഡൽസ്, നിങ്ങളും ഇതുപോലെ കുറച്ച് രൂപങ്ങളൊക്കെ നിർമ്മിച്ച് നോക്കൂ. ഓർഗനൈസ് ആൻ എക്സിബിഷൻ വിത്ത് ദ മോഡൽസ് ദാറ്റ് യു ക്രിയേറ്റഡ്, എന്നിട്ട് നിങ്ങൾ കളിമൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യുക, വെച്ചിട്ട് നിങ്ങളൊരു എക്സിബിഷൻ സ്കൂളിൽ സംഘടിപ്പിക്കണേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ഷേപ്പ്, ഇതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? എക്സാമിൻ ദ കളർ ആൻഡ് ദ സൈസ് ഓഫ് ദ ഗ്രെയിൻസ്, ഈ മണ്ണിൻ്റെ കളറ്, നിറവും അതുപോലെ തന്നെ തരികളുടെ വലുപ്പവും നിങ്ങൾ എന്ത് ചെയ്യുക, പരിശോധിച്ച് നോക്കുക. ദ കളർ ഓഫ് സോയിൽ ഈസ് ബ്ലാക്കിഷ്, കുറച്ച് കറുത്ത നിറത്തിലുള്ള മണ്ണായിരിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ഗ്രെയിൻ ഈസ് ടൈനി, നമ്മളുടെ തരികളുടെ വലുപ്പം എന്ന് പറയുന്നത് എന്താണ്? ടൈനിയാണ്, വളരെ ചെറുതാണ്. ആർ ദ സോയിൽ സീൻ അറൗണ്ട് അസ് ദ സെയിം, നമുക്ക് ചുറ്റും കാണുന്ന മണ്ണുകൾ എല്ലാം ഒരേപോലെയാണോ? അല്ല, ഡിഫറെൻ്റ് ആണല്ലേ. ലെറ്റ് us എക്സാമിൻ, നമുക്ക് പരിശോധിക്കാം. കളക്ട് സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ് അണ്ടർനീത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ മുറ്റത്തെയുള്ള കുറച്ച് മണ്ണെടുക്കുക, പിന്നെ നമ്മളുടെ ഒരു മരത്തിന് താഴെയുള്ള കുറച്ച് മണ്ണെടുക്കുക, പിന്നെ നിങ്ങളുടെ ഉദ്യാനത്തിലുള്ള പൂന്തോട്ടത്തിലുള്ള കുറച്ച് മണ്ണെടുക്കുക, അതുപോലെ സ്കൂൾ ഗ്രൗണ്ടിലുള്ള കുറച്ച് മണ്ണെടുക്കുക. ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ മണ്ണും ഒരുപോലെ അല്ല എന്ന് കേട്ടോ. ഒബ്സർവ് ദ സോയിൽ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ, ഈ മണ്ണൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ തന്നിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് നമുക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. കളർ ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് റെഡിഷ് ആണ്, ഒരു ചുവപ്പ് കളറാണുള്ളത്. അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സൈസ് ഓഫ് ദ ഗ്രെയിൻസ് ആർ ബിഗ്, നമ്മളുടെ തരികളുടെ വലുപ്പം എന്ന് പറയുന്നത് വലുതാണ്. പിന്നെ ഫ്രം ദ ഗാർഡൻ, പൂന്തോട്ടത്തിൽ നിന്നാണുള്ള മണ്ണാണ് അടുത്തെടുത്തത്. കളർ ഓഫ് ദ സോയിൽ ബ്രൗൺ ആണ്, ഒരു കാപ്പി നിറത്തിലാണ് മണ്ണുള്ളത്. പിന്നെ അതർ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ ഗ്രെയിൻസ് സ്മോൾ, തരികളുടെ വലുപ്പം കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വെറ്റാണ്, സോയിൽ ഈസ് വെറ്റ്, മണ്ണ് നനഞ്ഞതാണ്. അടുത്തതെടുത്ത മണ്ണ് കോർട്ട്യാർഡ്, ഫ്രം ദ കോർട്ട്യാർഡാണ്, മുറ്റത്തുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡിഷ് ആണ്, ചുവപ്പ് കളറാണ്. അതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈ ആണ്, അത് ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ്. പിന്നെ അതുപോലെ എന്താണ്, സൈസ് ഓഫ് ഗ്രെയിൻസ് ബിഗ് ആണ്, വലിയ തരികളാണുള്ളത്. ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ, നിങ്ങൾ കളക്ട് ചെയ്ത മണ്ണിന് എല്ലാത്തിനും ഒരേ നിറമാണോ? അല്ല, നോ. ആർ ദർ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്, ഇനി തരികളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? യെസ്, ചിലത് ചെറുതാണ്, ടൈനിയാണ്, ചിലത് ബിഗ് ആണ്, അല്ലേ. ദ സ്റ്റോറി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ കഥ. ഫ്രണ്ട്സ്, യു നോ മീ, ഐ ആം ദ സോയിൽ, ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, ഞാൻ മണ്ണാണ്, ഞാൻ പല തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമാണ്. ദർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെനി അതർ കോമ്പൗണ്ട്സ് ഇൻ മീ, എൻ്റെ ഉള്ളിൽ ഒട്ടനവധി സൂക്ഷ്മ ജീവികളും അതുപോലെ തന്നെ ഒരുപാട് ധാതു ലവണങ്ങളും എല്ലാം ഉണ്ട്. ഐ ബിക്കെയിം ലൈക്ക് ദിസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്സ്, ഞാൻ ഒരുപാട് ജൈവ അജൈവ പ്രക്രിയകൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. യു ഹാവ് റെഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ കഥ നിങ്ങൾ വായിച്ചല്ലോ. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻസ് അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഈസ് ഫോംഡ്, ഇതുപോലെ മണ്ണ് രൂപപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ആ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ലൈബ്രറിയിൽ നിന്ന് സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്തിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വിത്തിൻ ദ സോയിൽ, ഇനി മണ്ണിനുള്ളിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലിവ് വിത്തിൻ ദ സോയിൽ, ട്രൈ ടു റൈറ്റ് ഇറ്റ്. മണ്ണിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് മക്കളെ, നിങ്ങൾക്കറിയാമോ? കണ്ടുപിടിച്ച് എഴുതി നോക്കൂ. വേംസ് ഉണ്ടല്ലേ, പുഴുക്കളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈറസസ്, ബാക്ടീരിയകൾ, പിന്നെയോ ആൻഡ്ലിയോൺസ് ഉണ്ട്, അതായത് കുഴിയാനകളുണ്ട്, പിന്നെ നമ്മുടെ പഴുതാരയുണ്ട്. ഇതെല്ലാം എന്താണ്, മണ്ണിൽ ജീവിക്കുന്ന ജീവികളാണ്. ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിങ് എ ഹാൻഡ് ലെൻസ്, നിങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുപാട് നിങ്ങൾ ഇതുപോലെ ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ച് നോക്കൂ.
വിച്ച് ക്രിയേച്ചേഴ്സ് വെർ യു ഏബിൾ ടു ഫൈൻഡ്? നിങ്ങൾക്ക് ഏതൊക്കെ ജീവികളെ കാണാം? നമുക്ക് കുഴിയാനകളെയും അതുപോലെ തന്നെ വേംസിനെയും എർത്ത് വേംസ് മണ്ണിരകളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. വേർ ഡു ദേ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് എയർ ദാറ്റ് ദേ നീഡ്? അവർക്ക് ആവശ്യമുള്ള വെള്ളം, വായു, അതുപോലെ ഫുഡ്, ഭക്ഷണമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദ സോയിൽ. എല്ലാം മണ്ണിൽ നിന്ന് തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം മണ്ണിലുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. ആദ്യം എയർ ഇൻ ദ സോയിൽ. മണ്ണിൽ വായു ഉണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? ടേക്ക് സം ഡ്രൈഡ് ക്ലംപ്സ് ഓഫ് സോയിൽ. കുറച്ച് ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. എന്നിട്ടോ ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംപ്സ് ഇൻ ഇറ്റ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ വാട്ടറിലേക്ക് എന്ത് ചെയ്യുക? ഈ ഉണങ്ങിയ മൺകട്ടകൾ ഇട്ട് നോക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ്? അതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതെന്തുകൊണ്ടാണ്? ഈ മണ്ണിൽ എയറിൻ്റെ, വായുവിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് കാണുന്നത്. അടുത്തത് വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് നോക്കാനാണ് കേട്ടോ. ആർ ദേ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ? മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ മക്കളെ? കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. നിങ്ങളുടെ ഉദ്യാനത്തിൽ നിന്നുള്ള, പൂന്തോട്ടത്തിൽ നിന്നുള്ള കുറച്ച് മണ്ണെടുത്തിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ നിങ്ങളത് വെക്കുക. ഈ മണ്ണ് വെക്കുക. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റ്. എന്നിട്ട് ഈ കുപ്പി അടച്ചിട്ട് എന്ത് ചെയ്യുക? സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. 10 മിനിറ്റിന് ശേഷം നിങ്ങളത് ഒന്ന് പോയി പരിശോധിച്ച് നോക്കൂ. എന്ത് കാണാം? ഈ കുപ്പിയുടെ ഉള്ളിലായിട്ട് ചുറ്റും എന്താണ്? വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, നീരാവി പോലെ വെള്ളത്തുള്ളികൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മണ്ണിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കാം. അടുത്തത് ബയോമാസ് ഇൻ ദ സോയിൽ. മണ്ണിൽ ജൈവാംശമുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. നിങ്ങൾ ഒരു പാത്രത്തിൽ എന്തെടുക്കുക? പൂന്തോട്ടത്തിലെ കുറച്ച് മണ്ണെടുക്കുക. പോർ വാട്ടർ ഇൻ ടു ദിസ് ആൻഡ് മിക്സ് വെൽ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? അതിൻ്റെ അടിയിൽ നിന്നും നമുക്ക് ഇലകളുടെ അംശം, അതുപോലെ കമ്പ്, മരക്കഷ്ണങ്ങളുടെ അംശം, ഇതെല്ലാം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുഴഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൂന്തോട്ടത്തിലുള്ള മണ്ണിൽ എന്തുണ്ട്? ബയോമാസ് ഉണ്ട്, അതായത് ജൈവാംശം ഉണ്ട്. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര. ബയോമാസിൽ എന്തൊക്കെയുള്ളത് മക്കളെ? ഉണങ്ങിയ ഇലകൾ, അതുപോലെ തന്നെ സ്റ്റെമ്മ്, തടി, നമ്മളുടെ കൊമ്പിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ബയോമാസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. കൂടുതൽ ബയോമാസ് ഉള്ള, ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ നമ്മളുടെ ചെടികൾ നന്നായിട്ട് വളരും. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വർംസ്. ഇതുപോലെ ഈ ജൈവാംശം അടങ്ങിയിട്ടുള്ള മണ്ണാണ് നമ്മളുടെ എർത്ത് വർംസിൻ്റെ ഭക്ഷണം, മണ്ണിരകളുടെ ഭക്ഷണം. വേർ ഈസ് ദ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്? നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടിലുള്ള ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ള സ്ഥലം ഏതാണ്? സ്വാഭാവികമായിട്ടും ഗാർഡൻ ആയിരിക്കും. ഇനി പിക്ചർ നോക്കിക്കേ. ഇവിടെ ക്ലേ മോഡൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാദറിൻ്റെയും അതുപോലെ സണ്ണിൻ്റെയും പിക്ചറാണല്ലേ തന്നിട്ടുള്ളത്. There are lakhs of creatures within and outside the soil. മണ്ണിനുള്ളിലും പുറത്തുമായിട്ട് ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ചെടികൾ വളരുന്നത് എങ്ങനെയാണ്? മണ്ണിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ടാണ്. ക്രിയേച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസസ്. മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികളും മണ്ണിനെ പല ആവശ്യങ്ങൾക്കായിട്ട് ആശ്രയിക്കുന്നുണ്ട്. We can survive only by protecting the soil from the pollution and preserving it from loss of fertility. നമ്മൾക്ക് ഈ മണ്ണിനെ എന്താണ്? അതിൻ്റെ ഫെർട്ടിലിറ്റി, ജൈവാംശമൊന്നും നശിപ്പിക്കാതെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മണ്ണിനെ സേവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. താഴെ തന്നിട്ടുള്ള കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കൂ. വാട്ടർ ആൻഡ് സോയിൽ. വാട്ടറിൻ്റെയും സോയിലിൻ്റെയും പ്രത്യേകതകളാണ് കേട്ടോ എഴുതേണ്ടത്. ആദ്യം കോമ്പോസിഷൻസ് ഇൻ ദ സോയിൽ. മണ്ണിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്, അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട്, ലവണങ്ങളുണ്ട്, പിന്നെ ബയോമാസ്, ജൈവാംശമുണ്ട് അല്ലേ. ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. മണ്ണിലുള്ള ജീവിക്കുന്ന ജീവികൾ എന്തൊക്കെയാണ്? ബാക്ടീരിയകൾ, വൈറസുകൾ, ആൻറ്റ്ലിയോൺസ്, കുടിയാന, വേംസ്, എർത്ത് വേംസ്, പുഴുക്കൾ, മണ്ണിര, ഇതെല്ലാം ഉണ്ടല്ലേ. യൂസസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? ടു ഡ്രിങ്ക്, ടു ബാത്ത്,
ഫോർ അഗ്രികൾച്ചർ പേർപ്പസസ്, ഫോർ ഫാക്ടറി യൂസസ് ഇതെല്ലാം എഴുതാം. വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? വെൽ കിണർ, പോണ്ട് കുളം, റിവർ പുഴ, പിന്നെയോ നമ്മളുടെ കടൽ, അതെല്ലാം വാട്ടർ സോഴ്സസ് ആണ് കേട്ടോ. അതെല്ലാം എഴുതി കൊടുക്കാം. Question 2. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ റിവർ സൈഡ് ടു പ്ലേ. കുട്ടനും അവൻ്റെ സുഹൃത്തുക്കളും എവിടെ എത്തി? പുഴയുടെ അടുത്ത് കളിക്കാനായിട്ട് എത്തി. ദ ത്രീ ദ സ്വീറ്റ് റാപ്പേഴ്സ് ഇൻ ടു ദ വാട്ടർ. അവർ മിഠായിയുടെ കവറ് വെള്ളത്തിലേക്ക് ഇട്ടു. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾ ദം. അപ്പോൾ പുഴയിലുള്ളൊരു മീൻ അവരോട് എന്ത് പറഞ്ഞു? ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. നിങ്ങളുടെ വീട് എങ്ങനെ പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ പുഴയും എന്ന് പറഞ്ഞു. ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? വൈ? നിങ്ങൾ ഈ ഒപ്പീനിയനോട്, മീനിൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? നമുക്കിങ്ങനെയുള്ള വാട്ടർ സോഴ്സസ്, വെള്ളത്തിൻ്റെ സോഴ്സസ് സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? യെസ്, ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. റിവേഴ്സ് ആർ പോണ്ട്സ് ആർ ദ ഹോം ഓഫ് ഫിഷസ്. പുഴകളും നദികളൊക്കെയാണ് എന്താണ്? മീനുകളുടെ വീടാണ് അല്ലേ? ദ ലീവ് ദർ. അവരവിടെയാണ് ജീവിക്കുന്നത്. വെൻ വി ത്രോ പ്ലാസ്റ്റിക്സ് ടു വാട്ടർ സോഴ്സസ് ഇറ്റ് വിൽ ബി എ ബിഗ് ത്രെറ്റ് ടു ദ ലൈഫ് ഓഫ് ദ ഫിഷസ്. നമ്മൾ ഈ വാട്ടർ സോഴ്സസിലേക്കൊക്കെ പ്ലാസ്റ്റിക്കുകളെല്ലാം വലിച്ചെറിയുമ്പോൾ അത് അവിടെ ജീവിക്കുന്ന ജീവികൾക്ക്, മീനുകൾക്കൊക്കെ വലിയൊരു ഭീഷണിയായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള വാട്ടർ സോഴ്സസ് സംരക്ഷിക്കാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? മേക്ക് പോസ്റ്റേഴ്സ്, മേക്ക് പ്ലക്കാർഡ്സും നോട്ടീസും പോസ്റ്റേഴ്സും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മേക്ക് അവെയർനെസ് ക്ലാസ്സസ്, ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ കൃത്യമായിട്ട് സംസ്കരിക്കുക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സോയിൽ ആൻഡ് വാട്ടർ എന്നുള്ള ഈ ചാപ്റ്ററിൽ 3rd യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഏതാ ചാപ്റ്റേഴ്സ് വേണ്ടത് എന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.